ജി സുധാകരനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ അവിടെ പ്രാദേശിക കോൺഗ്രസ്സുകാർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. വൈകാരികമായ പ്രതികരണത്തോടെയായിരുന്നു പാർട്ടി വിടുന്നു എന്ന MJ ജോബ് അവിടുത്തെ നേതാവിന്റെ പ്രഖ്യാപനം. 52 വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നുവെന്നും വലിയ അപമാനം നേരിട്ടുവെന്നും MJ ജോബ് പറഞ്ഞു. പാവപ്പെട്ട കോൺഗ്രസുകാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു. ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ പാർട്ടി പരിഗണിക്കുന്നില്ല എന്നും ജോബ് കുറ്റപ്പെടുത്തി. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, MJ ജോബിനൊപ്പം നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയ നിര ഉണ്ടോ? അതിൽ പ്രതിഷേധം വ്യക്തിപരമായ പ്രതിഷേധമാണോ അതോ ഒരു വലിയ സംഘം ജോബിനെ പിന്തുണയ്ക്കുന്നവരുണ്ടോ? അശ്വിൻ. ഹാഷ്മി, വ്യക്തിപരവും ഒപ്പം പ്രാദേശികവും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും MJ ജോബ് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. സംസ്ഥാനത്ത് തന്നെ നേതാക്കളുടെ ലിസ്റ്റിലെടുത്താൽ അതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. ആലപ്പുഴയിലാണ് പ്രധാനപ്പെട്ട പ്രവർത്തനമെന്നാണ്. എന്തായാലും ജി സുധാകരന് അമ്പലപ്പുഴയിൽ പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിന് സ്വന്തം സ്ഥാനാർത്ഥിയില്ല എന്ന തീരുമാനം വന്നതിന് പിന്നാലെയാണ് പാർട്ടി വിടുന്നു എന്ന നിർണായക തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുന്നത്. 52 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള MJ ജോബ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചാണ് മറ്റൊരു നിലപാടിലേക്ക് പോകുന്നത്. എന്തായാലും അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുണ്ട് എന്ന് MJ ജോബ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ, ജില്ലാ നേതൃത്വത്തിന്റെ കൂടി മറുപടി ഈ കാര്യത്തിൽ വരണം. എന്തായാലും ജോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ജി സുധാകരനെ ഇത്തരത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോവുകയാണ് എങ്കിൽ അത് ജില്ലയിലെ നേതൃത്വത്തെ, ജില്ലയിലെ സാധാരണക്കാരായ പ്രവർത്തകരോട് ആലോചിച്ചെടുത്ത തീരുമാനത്തിന് ശേഷം മാത്രം വേണമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ നിമിഷം വരെയും ജി സുധാകരൻ അമ്പലപ്പുഴയിൽ പിന്തുണ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു എന്നുള്ള കാര്യം ഒരു കോൺഗ്രസ് പ്രവർത്തകരോട് പോലും പാർട്ടി നേതൃത്വം വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ജോബ് ഉയർത്തുന്നു. ജി സുധാകരൻ ഗൗരിയമ്മയെക്കാളും വലിയ ആളല്ല, അദ്ദേഹത്തെ കോൺഗ്രസ് മഹത്വവൽക്കരിക്കേണ്ട, എന്തിനാണ് വീട്ടിൽ കൊണ്ടുപോയി കോൺഗ്രസിന്റെ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്ന ചോദ്യമാണ് ജോബ് ഉയർത്തുന്നത്. ഇന്നേ വരെ, ഈ നിമിഷം വരെ കോൺഗ്രസിന്റെ പിന്തുണ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. സാധാരണ നിലയിൽ ചട്ടപ്രകാരം അത്തരത്തിൽ ഒരു പിന്തുണ വേണമെങ്കിൽ പാർട്ടിയിൽ അപേക്ഷ വെക്കുകയാണ് ചെയ്യേണ്ടത്. ജി സുധാകരൻ അങ്ങനെ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്തായാലും ആ എതിർപ്പ്, ആ രാജി, അതൊന്നും MJ ജോബിൽ അവസാനിക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. MJ ജോബ് പറയുന്നത് പോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, ഒപ്പം ഷുക്കൂർ അടക്കമുള്ളവർ കടുത്ത അതൃപ്തിയിലാണ്. ഷുക്കൂറും ഒരുപക്ഷെ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അരൂരിൽ ഏറ്റവും അവസാനം ഷാനിമോൾ ഉസ്മാന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ MB പ്രവീണിനാണ് സീറ്റ് എന്നുള്ള നിലയിലാണ് അവസാന നിമിഷത്തെ സൂചനകൾ വരുന്നത്. ഷാനിമോൾ ഉസ്മാനും വലിയ പ്രതിഷേധത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കോൺഗ്രസ് രാഷ്ട്രീയം വലിയ പൊട്ടിത്തെറികളിലേക്ക് പോകുമെന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.